ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു ചിക്കൻ 65 റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന ഒരു ചിക്കൻ 65ൻ്റെ ഒരു റെസിപ്പിയാണ് കൂട്ടുകാരെ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഒരു തവി തൈര് എടുത്തിട്ടുണ്ട്, പുളിപ്പില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. അത് 250 ഗ്രാം ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് ചിക്കനും കൂടി ഇട്ട് ഈ തൈരും കൂടെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനൊക്കെ അത് നല്ലതാണ്. അത് കഴിഞ്ഞ ശേഷം അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പിരിയം മുളകും സാദാ മുളകും കൂടെ കൂട്ടി പൊടിച്ച പൊടിയാണ്. നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചേക്കുന്നതാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂണോളം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ചുവനെ ഇതെല്ലാം കൂടെ ഒന്ന് തിരുമ്മി ആ ചിക്കനിലോട്ടൊന്ന് പിടിപ്പിക്കാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ല പുറത്ത് വെക്കുകയാണെങ്കിൽ പുറത്ത് വെക്കാം. നമുക്ക് ഉടനെ ഉപയോഗിക്കാനൊക്കെ ആണെങ്കിൽ പുറത്ത് വെക്കുന്നത് തന്നെയാണ്. ആ മാംസത്തിലൊക്കെ ഒന്ന് എളുപ്പം എരിവൊക്കെ പിടിച്ചെടുക്കാൻ നല്ലതാണ്. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് ആ തവിക്ക് 1 തവി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ കൂട്ടി തിരുമ്മി എടുക്കുകയാണ്. അപ്പം നമ്മുടെ ചിക്കൻ ഒരു പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ അത് റെസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് വെച്ചു. അപ്പോൾ നമുക്ക് പൊരിക്കാൻ വേണ്ടി ഉച്ചക്കത്തേക്കായിരുന്നു പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അങ്ങനെ ഞാൻ ഒരു ഇച്ചിരി ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്ത് എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ച് വന്നപ്പോൾ അതിനകത്തോട്ട് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറുതീയിലിട്ട് വേണം മൂപ്പിച്ച് എടുക്കാൻ, എന്നാലേ ചിക്കൻ്റെ ഉള്ളൊക്കെ ചുവന് വെന്ത് വരുത്തുള്ളൂ. ഇപ്പം ദാണ്ട് ഇവിടെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനാണെങ്കിൽ ഒരു 2 തണ്ട് കരിയാപ്പിലയും 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചുവനെ ഇതൊന്ന് ഇളക്കി ചിക്കൻ്റെ എല്ലാ വശത്തും മൂപ്പ് എത്തുന്ന രീതിയിൽ ചുവനെ ഇളക്കി കൊടുത്ത് നമുക്ക് മൂപ്പിച്ച് എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ 65 ആണ് കൂട്ടുകാരെ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൽ നിന്ന് കോരി എടുക്കാം, എണ്ണയിൽ നിന്ന് കോരി എടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ അടിയിൽ ഒരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും, അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ദാണ്ട നമ്മുടെ ചിക്കനൊക്കെ ചൊവ്വന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്. ഉപ്പും എരിയൊക്കെ പിടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോമേ കാണാം. അതുവരേക്കും ബൈ.